ഹായ് ഗൈസ്, നിങ്ങൾ എല്ലാവരും സീസണിലെ ടാറ്റ IPL കാണുന്നുണ്ടെങ്കിലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാച്ച് നമ്പർ 58 RCB വേഴ്സസ് KKR പ്രീ മാച്ച് പ്രിവ്യൂ പറയാനാണ്. നടക്കുന്ന മത്സരം ചിന്നസ്വാമിയിലാണ്. ഇതുവരെ ഒരു നീണ്ട കാത്തിരിപ്പ് തന്നെയായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ തുടർന്ന് IPL നിർത്തിവെച്ചുകൊണ്ടുണ്ടായത്. ഇനി ഇതുണ്ടാവാതിരിക്കാൻ മാച്ച് പുനരാരംഭിക്കുകയാണ്. ഇന്ന് അവിടുത്തെ വെതർ ബേസ് റിപ്പോർട്ടും ഞാൻ ആദ്യമേ എടുത്തു പറയാം. വെതർ എന്ന് പറയുന്നത് 65% മഴയ്ക്കുള്ള സാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മഴ പെയ്തേക്കാം. ചിന്നസ്വാമിയിൽ ഹൈ ഡ്രെയിനേജ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോൾ കളിക്കാൻ പറ്റിയേക്കും. ഈ മാച്ച് ഉച്ചയിൽ മത്സരമാണ്, നമുക്ക് കാത്തിരുന്നതാണ്. ഇത് കാണാനിരിക്കുന്നതിനോട് എനിക്ക് കുറച്ച് കൂടി എടുത്തു പറയാനുണ്ട്. ഡ്രീം 11 പ്രഡിക്ഷനിലേക്ക് ഞാൻ എത്തുകയാണ്. അതായത് നമുക്ക് ടീമുകളിൽ ഇടാൻ പറ്റുന്ന പ്ലെയേഴ്സ്: വിരാട് കോഹ്ലി, ചക്കർ ബത്തൽ, പട്ടിദാർ, ദേവ് പടിക്കൽ ഇഞ്ചുറിക്ക് റിപ്ലേസ്മെൻറ്റായി മായങ്ക് അഗർവാൾ എന്നിവരെയായിരിക്കും. ബൗളർമാരിൽ ഹേസൽവുഡ് ഇല്ലെങ്കിൽ ഇംഗഡിയും ഭുവനേശ്വർ കുമാറുമായിരിക്കും. അതുപോലെ അടുത്ത മത്സരത്തിൽ ഇനി കൊൽക്കട്ടയ്ക്ക് രഹാനെ ക്യാപ്റ്റനാണ്. അതുപോലെ തന്നെ ഹർഷിത് റാണി വൈസ് ക്യാപ്റ്റൻ, വൈഭവ് സൂര്യവംശി എന്നിവരെ ടീമിൽ ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. ചക്രവർത്തി, സുനിൽ നരേനി, ഗുർബാസും എല്ലാവരും ഉണ്ടാവും. ഇത് ഒരു ഉജ്ജ്വല മത്സരമായി തീർച്ചയായി. പക്ഷേ ചിലപ്പോൾ ഒരു 14 ഓവർ മത്സരം ആവാൻ സാധ്യതയുണ്ട്. ഫുൾ ഓവർ ഗെയിം ആയിരിക്കാൻ ചിലപ്പോൾ സാധ്യത കുറവാണ് എന്ന് തന്നെ എടുത്തു പറയണം. ഉണ്ടെങ്കിൽ പോലും മാച്ച് നടക്കുന്നത് ചിന്നസ്വാമിയിലായതുകൊണ്ട് അത് ബാറ്റേഴ്സ് മാച്ച് ഇതാണ്. പക്ഷേ RCBക്ക് ഞാൻ കൊടുക്കുന്നത് 54% കൊൽക്കട്ടയ്ക്ക് ഒരു 20% മതി എന്ന് തന്നെ എടുത്തു പറയണം. കൊൽക്കട്ട CSKക്കെതിരെ തോറ്റു വരുമ്പോൾ RCB ബാക്ക് ടു ബാക്ക് വിജയത്തിന് ശേഷമാണ് ഇവിടെ എത്തുന്നത്. ഇപ്പോൾ RCB നല്ല മത്സരത്തിൽ ഇന്ന് ജയിച്ചാൽ പ്ലേ ഓഫ് സാധ്യത നിലനിർത്തും. പ്ലേ ഓഫിൽ കയറുന്ന ആദ്യ ടീം RCB ആവും. ഉണ്ട്, ഇന്ന് ജയിക്കാനായിരിക്കും ഇറങ്ങുന്നത്. ഇത് കാത്തിരുന്ന് വേണ്ട മത്സരമാണ്. പക്ഷേ വിരാട് കോഹ്ലിയെ കുരുക്കിടാൻ ഹർഷിത് റാണിയും ചക്രവർത്തിയും വൈഭവ് സൂര്യവംശിയുള്ളപ്പോൾ ഇവർക്ക് കൊൽക്കട്ടയുടെ അജിങ്ക് രഹാനെ കുരുക്കിടാൻ ഭുവനേശ്വർ കുമാറും കൃണാൽ പാണ്ഡ്യയുമാണ് ഉള്ളത്. അതുകൊണ്ട് നല്ലതായിരിക്കും. പക്ഷേ മാച്ച് പ്രഡിക്റ്റഡ് പ്ലേയിങ് 11 ഓഫ് RCB ഞാൻ ഇതാ പറയുന്നു. ഇതിന് എനിക്കൊരു വെയിറ്റിംഗ് വേണ്ടതല്ല. വിരാട് കോഹ്ലി, ചക്കർ ബത്തൽ, പട്ടിദാർ, മായങ്ക് അഗർവാൾ ടോപ്പ് 4 അവരായിരിക്കും. മിഡിൽ ഓർഡറിലേക്ക് വരുമ്പോൾ ടിം ഡേവിഡ്, റൊമാരിയോ ഷെപ്പേർഡ്, അതിനുശേഷം ഭുവനേശ്വർ കുമാർ, ലുങ്കി ഇംഗഡി, കൃണാൽ പാണ്ഡ്യ. ജോഷസിലൂട്ടിന് ഇഞ്ചുറി ആണെങ്കിലും അദ്ദേഹം തിരിച്ചു വന്നു എന്നാണ് വരുന്നത്. പക്ഷേ ഇഞ്ചുറി ആയതിനെ അദ്ദേഹം കളിച്ചേക്കില്ല. പക്ഷേ ഇമ്പാക്ട് പ്ലെയർ ഓപ്ഷൻസിൽ സൂര്യ ശർമ്മയായിരിക്കും ബാംഗ്ലൂരിൽ നടക്കുക. മറ്റു മത്സരങ്ങളിൽ നമ്മൾ കണ്ടിരിക്കുന്ന രീതിയിലല്ല ഇന്ന് കളി നടക്കുന്നത്. ഇറ്റ്സ് എ ഹ്യൂജ് ത്രില്ലർ മാച്ച്. ഹെഡ് ടു ഹെഡും ഞാൻ എടുത്ത് പറയാറുണ്ട്. ഹെഡ് ടു ഹെഡിൽ നിൽക്കുന്ന ടീം മറ്റാരുമില്ല, KKR ആണ്. 21 വിജയങ്ങൾ, 31 മത്സരത്തിൽ 21 വിജയങ്ങൾ, 15 വിജയങ്ങൾ RCBക്ക് സ്വന്തമാക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് മാച്ച് നടക്കുന്നത് ചിന്നസ്വാമിയിലായതുകൊണ്ട് ആര് ജയിക്കുമെന്നറിയില്ല. പക്ഷേ ഇനി ഞാൻ കൊൽക്കട്ടയുടെ പ്രഡിക്റ്റഡ് പ്ലേയിങ്ങിലേക്ക് എത്താം. അവർക്ക് ഓപ്പൺ ചെയ്യുന്നതിന് രാമള്ള ഗുർബാസ്, സുനിൽ നരേനി, ശേഷം രഹാനെ നമ്പർ 3 ആയിരിക്കും. നമ്പർ 4 രഘുവംശിയും, 5 റസലും, 6 പോലും, 7 മറ്റാരുമില്ല. ചിലപ്പോൾ നോച്ചെ ആയിരിക്കും. നോച്ചെ 8 ചക്രവർത്തി, ഹർഷിത് റാണ, 10 വൈഭവ് അരോറ, 11 ചിലപ്പോൾ ഒരു പ്ലെയർ ആവാൻ സാധ്യതയുണ്ട്. അത് ഇമ്പാക്ട് പ്ലെയറും ആയിരിക്കും. അത് ആരാണെന്ന് ചോദിച്ചാൽ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. മനീഷ് പാണ്ഡെ ആയിരിക്കും. ഒരു ചക്രവർത്തിക്ക് ശേഷം അവരിറക്കുന്ന ഒരു സ്പിന്നർ കൂടി അവരിറക്കാൻ സാധ്യതയുണ്ട്. ബോളറെ കൂടി ചിലപ്പോൾ ഇറക്കിയേക്കും. ഹർഷിതും വരുണും ആയിരിക്കും 7, 8, 9, 10 ഹർഷിത്, ശേഷം നോച്ചെ, അരോറ,
എന്നിവരായിരിക്കും. 11th ഇമ്പാക്ട് പ്ലെയർ ഓപ്ഷൻ അങ്കുഷ് രഘുവംശിക്ക് കൊടുത്തേക്കാം എന്ന് വിചാരിക്കും. അതുപോലെ മനീഷ് പാണ്ഡേക്കും ഉണ്ട്. ഇനിയൊന്നുമില്ല. ഈ മത്സരത്തിൻ്റെ കാത്തിരിപ്പിന് ഒരു വിരാമമായിരിക്കുകയാണ്. മാച്ച് തുടങ്ങുമ്പോൾ RCBയുടെ കരുത്തുറ്റ ഒരു ന്യൂസ് ഞാൻ ഇതിൽ പറയുന്നുണ്ട്. വിരാട് കോഹ്ലി റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ച് കൺഫേം ആക്കിയതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ആയിരിക്കാം ചിലപ്പോൾ RCB ജേഴ്സി ഇറങ്ങുന്നത്, ചിലപ്പോൾ വൈറ്റ് ജേഴ്സി ആയിരിക്കും എന്ന് തോന്നുന്നുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം ആര് ജയിക്കുന്നുണ്ട്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. താങ്ക് യു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.